നമുക്ക് ഇതാ കുറച്ച് സാധനങ്ങൾ ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇതൊരു റോള് കവായിൻ്റെ റോളാണ്. തീർന്ന് അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് പെൻസിൽസും പെയിൻറ്റിങ് ബ്രഷും ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് പെൻസിലാണ്. ഇത് എളുപ്പം കൊണ്ടുവന്ന പെൻസിലാണ്. അതിലുണ്ട്. പിന്നെ ഇതൊരു പെൻസില്, ഇതൊരു പെയിൻറ്റിങ് ബ്രഷ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു പെയിൻറ്റിങ് ബ്രഷ്. അതേപോലെ തന്നെ ഇതും ഒരു പെയിൻറ്റിങ് ബ്രഷ്. എല്ലാം പെയിൻറ്റിങ് ബ്രഷാണ്. ഇതാ പെയിൻറ്റിങ് ബ്രഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്ഥലത്ത് വെക്കാം. വെക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചറിയാം കേട്ടോ. ഈ ടിഷ്യൂ ഒക്കെ ഉണ്ട്. ഇതാ ടിഷ്യൂനെ കുറച്ച് പൊക്കി വെച്ചതാണ്. നമുക്ക് ഈ സൈഡിൽ വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു ബോക്സിൽ ഈ ബോക്സൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ടിയിട്ട് ഇതിനകത്തൊരു സാധനം, ഈ സാധനം ഓക്കെ. ഇനി ഇതാ ഇത് ഫില്ലിങ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ക്രയോൺസ് ഇട്ട് കൊടുക്കാം. സോറി, ഇത് കൂടെ വെക്കാനുണ്ട്. ഇതിനകത്ത് ക്രയോൺസ് അല്ല, ഉണ്ടാണ്ടിക്ക് ഇതിൻ്റെ മുടി ഇതാ തടിച്ചത്. ആദ്യം തന്നെ കുറേ അപ്പോൾ ആരും നോക്കണ്ട, എന്തോ ബാങ്ക. ഓക്കെ, ഇതൊരു ഞാൻ കവായി ഉണ്ടാക്കിയതാണ് ഗൈസ്. അപ്പം നമുക്ക് ക്രയോൺ ആദ്യം തടിച്ചതല്ല ഫ്ലവർ ആദ്യം കണ്ട ഇതൊന്ന് തടിച്ച ക്രയോൺ കാണണം. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊരു പെൻസിലിൻ്റെ സംസാര സമയമാണ്. ഒരു കൊട്ടയും കൂടെ ഉണ്ടല്ലോ, ഒരു കൊട്ടയും കൂടെ ഉണ്ട്. അടുപ്പയി ഇതാ ഞങ്ങളെ ഉണ്ടാക്കിയതല്ലേ പെട്ടി. എന്തോ ഇതിൻ്റെ അകത്ത് ഐസ്ക്രീം ചിക്കനാണ് പെയിൻ്റ് അടിച്ചിട്ട്. എന്നാ ബായ് കഴിഞ്ഞല്ല വീഡിയോ. പിന്നെ ഇതാ ഒരു പെൻസിലിൻ്റെ ചാകരിയായിരുന്നു ഗൈസ്. പിന്നെ ഇതാ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പെയിൻ്റ്. ഞാൻ ക്രയോൺ അടിക്കുന്നല്ലേ. പിന്നെ ഇതാ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അടിച്ച ക്രയോണിനായിരുന്നു ഒന്നും വെക്കാൻ കഴിയല്ല ലേഡി. അത് കുറച്ച് നീക്കി ഇങ്ങനെ ആക്കി വെച്ചാൽ കണ്ണിലെന്തായി ഒരു കട്ട ഇങ്ങോട്ട് 4 അടിച്ചില്ലെങ്കിലില്ല. അത് സന്ദേശം അതവിടെ നമുക്ക് സൗണ്ട് ഉണ്ടാക്കണം. പൈസ എല്ലാവരും കേട്ടത്. പൈസത്ത് ഓറഞ്ച് ഉണ്ട് നമ്മൾക്ക് എല്ലാവരും കൂടെ ലേഡി. എൻ്റെ കുറേ കളറുണ്ട്. നോക്കട്ടെ. ഞാനിവിടെ കളർ പെൻസിൽ ഒരു കൊട്ട ഉണ്ട്. ഇതിനകത്ത് ഒരു ഫാബ്രിക് പെയിൻ്റ് ഉണ്ട്. അത് പിങ്ക് എൻ്റെ അടുത്ത് തീർന്ന്. അത് കുപ്പിയാണ് എന്തെങ്കിലും ആക്കും. നമുക്ക് ക്രാഫ്റ്റ് അങ്ങനെ ചെയ്യും. അതാണല്ലോ ഈ പെൺകുട്ടികളുടെ മെയിൻ. അതുണ്ട്. ഞാൻ ഇവിടെ എത്തിച്ചിട്ടില്ല. ഇവിടെ ഓറഞ്ച് ഇത്ര 2 റൈനുള്ളൂ. ഓറഞ്ച് അതിനുള്ളൂ. ബാക്കിയുള്ള എല്ലാം എടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ നോക്കി അടക്ക്. ബാക്കിയെല്ലാം കഴിയുന്നില്ലേ. ഓറഞ്ച് ഇങ്ങനെ വലിയ 3 ഓറഞ്ച് ഉണ്ട്. എൻ്റെ കഷ്ണമാണ്. ഞാൻ ക്രയോൺസ് എല്ലാം എടുക്കട്ടെ. തടിച്ചതും കൊണ്ടിയാണ് കൂട്ടി. തടിച്ചത് 24 കളറാണ്. പകുതി ആട്ടാണ്. എത്ര എടുത്താലും നിൽക്കൂലാണ്. ഞാൻ വീണ്ടും എടുത്ത് നോക്കണം. എനിക്ക് ഈ ക്രയോണൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഒരിക്കൽ പിന്നെ ഒരിക്കൽക്കൂല്ലേ ലേഡി. അതാണ് മെയിൻ കാരണം. ഞാനിതെല്ലാം എടുത്തു വെക്കും. ഇത് തലേ ദിവസം ഉണ്ടാവും ഇങ്ങനത്തെ കൊല്ലത്ത് തന്നെ. അതുകൊണ്ട് ഞാനങ്ങനെ എടുക്കാനൊന്നും നിൽക്കാറില്ല ഗായ്സ്. ഇനി നിന്നാൽ തന്നെ ഒരു പണി മെനക്കാറുണ്ടായിരിക്കും. പക്ഷേ യൂട്യൂബ് ചാനൽ ഫോൺ കിട്ടാൻ ഭയങ്കര പണിയല്ലേ. യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ല, ഫോൺ കിട്ടണം. ഫോൺ കിട്ടുമ്പോൾ നമുക്ക് റീൽസും അങ്ങനെ തന്നെ കാണും.
ചുമ്മാ മരുമക്ക് വരില്ല അല്ലേ? ഉമ്മാനെ കാല് പിടിക്കണം നമ്മൾ. ക്രയോൺ കഴിഞ്ഞ ശരിയൊക്കെ ഇനി ഇവിടെ വെക്കാം. ഇങ്ങനെ ലൂസായി വരും, ഒട്ടിച്ചായിട്ട് നിൽക്കുകയില്ല. ഇത് ഫോണിൻ്റെ കുട്ടി കേട്ടോ. ഫോണിൻ്റെ കുട്ടിയെ നോക്കണ്ട. ഇതിനെ കൊണ്ടാണ് തോട്ടി വേസ്റ്റ് ബാസ്കറ്റ് കൊണ്ട്. ആണോ? കളർ പെൻസിൽ ഇത് കുറച്ച് കനം കയറുമ്പോഴത്തേക്ക് ബോക്സിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ കുറേ കവായി. നമ്മൾ കവായി ആഗ്രഹിച്ച് ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ലേ. കുറേ ആഗ്രഹിച്ച അതാ സാരയില്ല, എന്നെ കൂട്ടണ്ട പോയിട്ട്. കൂട്ടിയാ പ്രശ്നമാവില്ലേ? അവളെന്തോ പണിയില്ല. റേസേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ബ്ലേഡ്, എറേസേഴ്സ്, പിന്നെ സ്കെച്ച്, പിന്നെ ഗമ്മിലായിട്ട് സ്ഥലം ഞാൻ വെച്ചത് ഡബ്ബറിനായിട്ട് സെക്ഷൻ. പിന്നെ വാഷി ടാപ്പ്, പിന്നെ 2 ഡബ്ബർ. വാഷി ടാപ്പ്, ഇത് വാഷി ടാപ്പ്. ഇതെല്ലാം ഞാൻ ഇവിടെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയ സാധനം. പിന്നെ ഇതാ ഞാൻ നേരത്തെ കാണിച്ച ഇത് തുറക്കാത്ത. ഇത് ഞാൻ തുറന്നത് ഇതാ. അതല്ല, ഇതിൻ്റെ അകത്ത് എന്താ ഇടാത്ത? ഇതാ ഞാൻ കുറേ കളർ സാധനങ്ങളൊക്കെ തളിച്ച് കണ്ടോളി. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലേ? അത് ഞാൻ ഉണ്ടാക്കിയ. ഇത് ഞാൻ നെസ്റ്റോളിൽ പോയപ്പോൾ വാങ്ങിച്ചത്. കക്കട്ടെ നെസ്റ്റ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അറിയത്തില്ല. ഇതാണ് പെയിന്റിങ്. ഇതാ ഇത് റോള്. ഇത് നോക്കി 6 വരുന്നൊരു കളറാണ്. ആദ്യത്തെ കളർ യെല്ലോ ആണ്. ആരെയും കാണാത്തുണ്ടെങ്കിൽ ഇതല്ല, യെല്ലോ ആണ്. പിന്നെ ഇതാ ഇത് ഞാൻ നേരത്തെ കാണിച്ചു. അടുത്തത് ഇതാണ്, കണ്ടില്ലേ, വൈറ്റ് കളർ. പിന്നെ ഒരു പൊട്ടാറ്റോ ഉണ്ട്. ക്ലാസ്മേറ്റ് ഉണ്ട്. എന്നോട് അറിയാണ്ട് റെഡ് കാണിക്കാൻ പറഞ്ഞു. ഇതാണ് റെഡ്. എത്തിച്ചു. പിന്നെ ഇതാ കുറച്ച് അടുത്തത് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ആണ്. റേസർ. പിന്നെ ബ്ലൂ ആണ് അല്ലേ? ബ്ലാക്ക്. പിന്നെ ഒരു മുട്ടായിൻ്റെ ഒരു സാധനം. എല്ലാവർക്കും ആയിരിക്കും ഗുളിക മിഠായി. പെയിന്റിങ് ആണ്. ഗുളിക മുട്ടായിൻ്റെ പെയിന്റിങ്. 10 പേര് എങ്ങനെ ആയിട്ടാണ്. ഇതാണ് കഥ ബുക്ക്. കഥ ബുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്നാ ഹിസ്റ്റോറി ബുക്കാണ്. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണ് ഇതല്ലോ. ബോക്സ് എല്ലാവർക്കും അറിയാം. സോഫ്റ്റ് ആണ് കേട്ടോ. പക്ഷെ തുറന്നാലേ സബ്സ്ക്രൈബ് അടിയായി പിടിയായി. ഞാൻ ഉണ്ടല്ലേ അങ്ങോട്ട് ഞാൻ കാണിച്ചുതരാം. ആദ്യം തന്നെ ഒരു കവായി ഒട്ടിച്ചിരിക്കുകയാണ്. ഒരു ബോർഡിൻ്റെ കവായി. പിന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് കാണിച്ചുതരാം. ഇത് പിടിച്ചാണ് ഇതാ. ഇത് ഞാൻ ഒരു ഇവിടത്തേക്ക് വരച്ച് കുത്തുന്നതാണ്. പിന്നെ ഇതാ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ്. ഇതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ കവായി ഉണ്ടാക്കിയിട്ടാ. പിന്നെ സമയത്തുള്ള പിന്നെ ഹോംവർക്ക്. പിന്നെ ഞാൻ കുറച്ച് കവായി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ. പിന്നെ ഇത് ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ. ഇതെൻ്റെ പേര്. പിന്നെ ഫുൾ കവായിൻ്റെ സംസ്ഥാന സമയം ഉണ്ടാക്കാണ്. കണ്ട ഈ കാണിച്ച് കുറേ എല്ലാം ഒട്ടിച്ചൊക്കെ ചെയ്ത്. പിന്നെ കുറേ ഇതാ അതിലേക്ക് കാണുന്നില്ല. നമ്മൾ ചേരിച്ച് പിടിച്ചിട്ട് അങ്ങനെ കാണിച്ചോട്ടവൾ കാണില്ല. ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് ഭയങ്കര പാട്. സ്കെച്ച് പെൻ. യെസ്, സ്കെച്ച് പെന്ന്. പിന്നെ ഇതൊക്കെ ജേർണലിങ്. മറ്റേ ഇതാ. പിന്നെ ഇതാ ഇത് ഞാൻ എൻ്റെ കവായി കൊണ്ട് ചെയ്ത. ഇതൊക്കെ ഞാൻ എൻ്റെ കവായി കൊണ്ട് തന്നെ ചെയ്തതാണ്. ഇതാ പിന്നെ പേജ് കിട്ടിക്കയാ. പട്ടി പേജിലല്ലേ ഇത്. നമുക്ക് ഇവിടെ വരക്കാം. നമുക്ക് ഈ ജേർണലിങ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ,
അങ്ങനത്തെ എല്ലാം നമ്മളൊരു ടിഷ്യൂ പേപ്പറാണ് ഗൈസ്. ടിഷ്യൂ പേപ്പർ ഇവിടെ വെച്ചോ. ടിഷ്യൂ പേപ്പർ ഇവിടെ വെച്ചോ. ടിഷ്യൂ പേപ്പർ ഇപ്പം തന്നെ കുറേ ലോങ്ങി മറ്റേ മോൾട്ടിൻ്റെ അതിതാ അതുകൊണ്ട എല്ലാം പറിച്ച് ചിന്തിയിട്ടൊക്കെയാണ് ഇവിടെ. പിന്നെ നമുക്കിനി സ്കൂളിലുള്ള പ്രശ്നം നോട്ട്ബുക്കുള്ള സ്ഥലത്ത് പക്ഷേ ഈ അടി ഡ്രോയിങ് ബുക്ക് പിന്നെ അതിൻ്റെ കുറെ കൊടുത്ത് കളന്ന് കഴിച്ച് ഇത് മറ്റേ ഇതെല്ലാം കുറേ ഞാൻ പിന്നെ വേറെ ജേർണൽ ബുക്ക് ഞാൻ തുറന്ന് കാണിക്കില്ല. ഇല്ല കാണിക്കില്ല അത് ഞാൻ പിന്നെ എനിക്ക് അയച്ചത്. ഇത് വേറെ ഡയറി ഇതിൻ്റെ കുറേ എന്തെല്ലോ വന്നിട്ട് അതുകൊണ്ട് കാണിക്കില്ല. കുറേ വന്നിട്ട് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അല്ലെ ഞാൻ കാണിച്ചു തരേ. എനിക്ക് ഡയറി അവിടെ തരാം. ഉപ്പാൻ്റെ ഒരു സോപ്പ് തരാം. സോപ്പിങ് ചെയ്താൽ ഉപ്പാക്കുള്ളത്. പിന്നെ ഒരു ബോക്സ് ഇതെല്ലാം എവിടെയാ വെക്കുക. ബോക്സ് എടുക്കുക അവിടെ വെക്കല്ലേ. ഇവിടെ പോകണം. ഈ ഡ്രോയിങ് ബുക്ക് എല്ലാവർക്കും അറിയായിരിക്കൂലേ. ഡ്രോയിങ് ബുക്ക് ഞാൻ വീഡിയോ ഇട്ടിക്കുന്ന തോന്നുന്നു. വീഡിയോ ഇട്ടിക്ക് പക്ഷേ ഈ സാധനം കണ്ട എല്ലാവർക്കും മനസ്സിലായല്ലോ. 10 രൂപേൻ്റെ ക്രയോണൊക്കെ വാങ്ങും. കുറേ നോട്ട്ബുക്സ് എൻ്റെ സ്കൂളത്തെ സ്നാക്സ് ഐറ്റംസ്. പിന്നെ വേസ്റ്റ് വിന്നിൻ്റെ സാധനം പോയി. ലാസ്റ്റത്തെ കഴിച്ചിട്ട് കാണാം. നമുക്ക് വരക്കുകയും ചെയ്യാല്ലേ. ഇവിടെ വരക്കായിക്കും ഗൈസ്. ഇവിടെ വരക്കാൻ അറിയാത്തൊട്ട് വരക്കാം. ഒരു പേജ് കിട്ടില്ല. എനിക്കറിയില്ല. ഇതാ എനിക്ക് ഏറ്റവും കൂടുതൽ ചാറ്റിച്ചാണ്. അപ്പം നമുക്ക് ബുക്സൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെക്കാം. മുസാഫ് ഈ റൈറ്റ് മോനെടുത്താണ് കവായിതോടെ. അതിനുശേഷം ഗൈസ് ഇതാണ് നമ്മളെ ഈ കുട്ടീൻ്റെ കുറേ ആയുധങ്ങളുണ്ട് കാണിച്ച്. നോട്ട്ബുക്ക് ആവശ്യമുണ്ട്. ഇതാ കുറേ ഉണ്ട് കേട്ടാ. ഇത് ബുക്സാണ്. ഇത് ബാഗ് നമുക്ക് ഇവിടെ വെക്കാം. അങ്ങടുത്ത ഇതും കത്തുന്ന സാധനം തന്നെ. ഇത് കത്താത്ത അവിടെ വെച്ച് എനിക്കെന്ത് ഭാഗ്യാണേ. ഇതെല്ലാം ഞാൻ ഈ പ്രാവശ്യത്തെല്ലാം സൂക്ഷിച്ചു. അപ്പൊ ഇതാണ് ബുക്കിന്റെ ചാകരാണ് പറയും. അതെല്ലാം ഇവിടെ വെച്ചേക്ക്. ഇവിടെ എല്ലാം ഒന്ന് ഒഴിഞ്ഞോട്ടെ. കവായി കവായി പറിച്ചിട്ട് എന്റെ കുപ്പിയും വരട്ടിക്കാണ്. നമ്മളൊന്ന് ഒട്ടിച്ചല്ലേ. ഒന്നും കൂടെ വേണ്ട നമുക്ക് വേറെ ഒപ്പിക്കാം. അവിടെ ഒട്ടിച്ചിട്ടില്ലേ ക്യൂട്ട് മരുന്നു. അതൊക്കെ ക്യൂട്ടായിട്ട് ഇപ്പൊ എന്തായാലും കുട്ടി വന്നതായിരിക്കൂലേ. എന്നിട്ട് ഇതൊക്കെ വേണ്ടുമ്പോ ക്രാഫ്റ്റ് ചെയ്യാണ്ടില്ലേ. വേസ്റ്റ് എടുക്കും ചെയ്യും. നോക്കട്ടെ ഇൻഷാല്ലാ. എന്തായാലും ചെയ്യാലോ. ഇതാണ് ഇവിടെ ഫയല്. പക്ഷേ എനിക്ക് ഫയലൊന്നുമില്ല. എൻ്റെ വീടാൻ എല്ലാവരും ചോദിച്ചു. പക്ഷേ ഇവിടെ എൻ്റെ തിക്കൊന്നുമില്ല. അതിൻ്റെ അകത്ത് കുറേ എന്തെങ്കിലും ഉണ്ട്. ഇത് ഹിന്ദീൻ്റെ പരീക്ഷ അല്ലേ. ഇത് ഹിന്ദിയിൽ എത്ര അത് വരച്ചിടണ്ട. അതവിടെ വെച്ചേക്ക്. വരച്ചിട്ട് അങ്ങോട്ട് കൊടുത്തില്ലേ കുറച്ച് പ്രശ്നം. അത് ഒച്ചപ്പാടൊക്കെ നല്ല നെറ്റിയല്ലേ. എന്ത് ഇത് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ട് വിട്ട് വെക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ബുക്ക് നോക്കാം. എവിടെ ബുക്ക് വെക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ. ഇവിടെയാണ് ബുക്ക് വെക്കുന്നത്. ഇവിടെ നമ്മൾ കുറേ സാധനങ്ങൾ വെച്ചല്ലോ. ഇവിടെ ഞാൻ വിചാരിച്ചു ഒഴിഞ്ഞോട്ടെ. ഇവിടെ ലോഡ് ബുക്ക് ഇനിയും വെക്കാനുണ്ട്. ഞാൻ സ്കെയിലും നോട്ടെല്ലാം ഒരു സ്ഥലത്ത് നമുക്ക് വെച്ച് കൊടുക്കാമല്ലോ. ലക്കി ഗേൾസ് കുറേ മെസ്സേജൊക്കെ റിവിഷൻ ചെയ്യും നിങ്ങൾ ടീച്ചറിൽ. ആൾക്കറിയോ
ഞാനിവിടെ ബുക്കെല്ലാം മാറി. ഞാൻ നോട്ടെല്ലാം എടുക്കട്ടെ. നോട്ടായിട്ടില്ല. നോട്ട് ഞാൻ എടുത്ത് വെക്കാം. നിങ്ങൾ റഫല്ലേ ചെയ്യാ? റഫല്ലേ? കുറേ പുസ്തകമുണ്ട് ഗായ്സ്. എന്താക്ക ഞാൻ ഇവിടെ നോട്ട്ബുക്ക് ഉണ്ട്. പരിപാടി എനിക്കില്ല. വലിയ നോട്ട് ഒരുമിച്ച് ചെറിയ നോട്ട് ഒന്ന് ഞാൻ അതാണെങ്കിൽ ഒരു ഡയറി മദർസക്കല്ല ഡയറി ഉണ്ട്. നോക്കണ്ട ഇനി ഞാൻ എനിക്ക് കാണിച്ചു തരും. നിങ്ങളുടെ ടൈം ടേബിൾ ഇല്ല. എനിക്ക് കാണിച്ചൊരു മോളെ. ഇതാ ടൈം ടേബിൾ. എനിക്ക് കാണിച്ചു തരാനൊന്നും നിൽക്കൂല. മദർസ് മളെ ഞാൻ നോക്കണ്ട. വലിയ നോട്ട് അത്ര ഇല്ലാലോ. വലിയത് 2 ഉള്ളൂ. 3 ഉള്ളൂ. അത് നോട്ടാ. ഞാൻ നോട്ട് കൊണ്ടാ. ഇതെല്ലാ നോട്ടും ഇത് ഞാൻ ചെറുത് വെക്കുന്നതാണേ. എല്ലാ നോട്ടില്ല. ഞാൻ നോട്ട് വെക്കട്ടെ. ബേസിക് പൊതിയിട്ടതെല്ലാം ഒരു സ്ഥലത്ത് പൊതിയിടാത്ത പൊതിയിട്ടല്ല ഒന്നില്ല ഒന്നും പൊതിയിട്ടല്ല അതൊക്കെ ഇസ്ലാമിക്കില്ലേ. കൊറേ വേസ്റ്റ് നല്ല അടക്കി ഒതുക്കി വെക്കും. ഇതൊരു കഥ. ഇതെന്നാടി? അത് തെളിച്ചോളിതൻ. അതുകൊണ്ട് തെളിച്ചോളിതൻ ഓതൻ അങ്ങനത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. ഈ ബാഗും കൂടി വെച്ച മേക്ക് ഓവർ വേഷം ഇവിടെ കഴിഞ്ഞു. അതായത് നേരെ നമുക്ക് നാളെ സ്കൂളിലായിരിക്കും. നാളെ സ്കൂളില്ല. നാളെ നേരെ എന്ത് ചെയ്യും? ഗ്രാഫ്റ്റ്. നമുക്ക് ഇന്നലെ ഗ്രാഫ്റ്റ് ചെയ്താലോ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീഡിയോയിലായിട്ട് വിടാം. വേണ്ട, നമുക്ക് ഇപ്പം തരില്ല. ഇപ്പം എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടെല്ലാം ചെയ്യാൻ നമുക്ക് പാല് കൊണ്ടുകൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഇത് വീശി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ഇതൊന്നും ഇങ്ങനെ കൂട്ടിക്കൊടുക്കണം അല്ലേ? കവാൻ സ്ക്രീനിയും ഉണ്ട്. അപ്പം ഞാനിതൊക്കെ മുട്ട ഗൈസ്. ഒരു ടിഷ്യൂ എടുത്തോട്ടെ. ഇത് തുടക്കട്ടെ. അരച്ച് നമ്മൾക്ക് ഇത് തുടച്ചിടാൻ പിന്നെ ഭയങ്കര പൊടിയൊക്കെ ഉണ്ടില്ലേ. ഒന്നും കഴിക്കില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. സബ്സ്ക്രൈബ്